The aim of the 5-year plans was to identify and prioritize certain sectors to attain the given targets. ഓക്കെ, അപ്പം ഈ 5-year പ്ലാനിൻ്റെ ലക്ഷ്യം എന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് 5-year പ്ലാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ, അതായത് സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സെക്ടറിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പ്രയോറിറ്റൈസ് കൊടുക്കുക അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുക, എന്നിട്ട് 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുക. ഓക്കെ, അതാണ് 5-year പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 വർഷം കൊണ്ട് ഒരു ലക്ഷ്യം നേടിയെടുക്കുക, അതായത് 5 വർഷം കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സെക്ടറിന്, ഒരു പർട്ടിക്കുലർ മേഖലയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നതാണ് 5-year പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് മാസീവ് ഹൈഡൽ ഇറിഗേഷൻ പ്രോജക്ട്സ് in connection with the development of infrastructure during the first 5-year plan. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫോർമേഷന് ശേഷം ഉണ്ടായ ഏറ്റവും ആദ്യത്തെ 5-year പ്ലാനിൽ എന്താണ് നടത്തിയതെന്ന് നോക്കിക്കേ. അതായത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അനുബന്ധ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, അതായത് ഫസ്റ്റ് 5-year പ്ലാനിൽ എന്താ ചെയ്തത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്താണ് കൊണ്ടുവന്നത്, എന്ത് പ്രൊജക്റ്റാണ് കൊണ്ടുവന്നത്, ഹൈഡൽ ഇറിഗേഷൻ പ്രൊജക്റ്റ്, അതായത് ജലസേചന, വൻകിട ജലസേചന പദ്ധതികൾ. ഓക്കെ, ജലസേചനത്തിനായുള്ള ടെക്നോളജീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ, പ്ലാനുകളൊക്കെയാണ് ഈ ഫസ്റ്റ് 5-year പ്ലാനിൽ അവർ കൊണ്ടുവന്നത്. ഓക്കെ, അതായത് അഗ്രികൾച്ചറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തു, അഗ്രികൾച്ചറൽ സെക്ടറിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം ഒരു കൃഷി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇറിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇറിഗേഷൻ, അതായത് ഒരുപാട് സ്ഥലത്ത് ഇറിഗേഷൻ വളരെ ഈസി ആക്കി കൊടുക്കുക, അതിനായിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, ദ വേർഡ്സ് ഓഫ് നെഹ്റു അറ്റ് ദ ടൈം ഓഫ് ഇനാഗുറേഷൻ ഓഫ് ദി ബക്രനങ്കൽ ഡാം ഷോ ദ സിഗ്നിഫിക്കൻസ് വി അറ്റാച്ച് ടു ഹ്യൂജ് ഇറിഗേഷൻ പ്രോജക്ട്സ്. ഓക്കെ, അപ്പം എന്താണ്, ഭഗാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് നെഹ്റുവിൻ്റെ കുറച്ച് വാക്കുകൾ ഈ പറയുന്ന ഈ പദ്ധതിക്ക്, അതായത് ഈ പറഞ്ഞ അവർ ആസൂത്രണം ചെയ്ത പഞ്ചവത്സര പദ്ധതി, അതായത് ഇറിഗേഷൻ പ്ലാൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. അതായത് ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആദ്യം കൊണ്ടുവന്ന 5-year പ്ലാൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നെഹ്റു അന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ദ ഫസ്റ്റ് 5-year പ്ലാൻ, അതായത് ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1951 to 56, 1956 വരെയായിരുന്നു ഏറ്റവും ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഗേവ് ഇമ്പോർട്ടൻസ് ടു ദി അഗ്രികൾച്ചറൽ സെക്ടർ. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം വന്ന 5-year പ്ലാന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഏതായിരുന്നു, അഗ്രികൾച്ചറൽ സെക്ടറിനായിരുന്നു ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ കൊണ്ടുവരുന്ന മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ദ സെക്കൻഡ് 5-year പ്ലാൻ അത് എതുപോലെയായിരുന്നു, 1956 തൊട്ടിട്ട് 1961 വരെയുള്ള സമയം. ഓക്കെ, ഗേവ് പ്രൈമസി ടു ഇൻഡസ്ട്രി. ഓക്കെ, വ്യവസായിക മേഖലകൾക്ക്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനാണ് അടുത്ത 5-year പ്ലാന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അതായത് വ്യവസായ മേഖലകളിൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരും, അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ രൂപപ്പെടുത്തുക എന്നതായിരുന്നു അടുത്ത രണ്ടാമത് വന്ന 5-year പ്ലാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആദ്യത്തേതിന് എന്തായിരുന്നു, അഗ്രികൾച്ചറൽ സെക്ടറായിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരുന്നു. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കിയാൽ ദ മെയിൻ കൺസേൺ ഓഫ് ദി തേർഡ് 5-year പ്ലാൻ, അതായത് 1961 to 1966 ആയിരുന്നു തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ എയിം എന്തായിരുന്നു, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ഓക്കെ, അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തത ആയിരുന്നു മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു, അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരുന്നു. മൂന്നാമത്തേതെന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ആയിരുന്നു. ഓക്കെ, ദി കംപ്ലീഷൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5-year plans could not solve India's food deficiency. It led to an all-out effort to achieve self-sufficiency in food and progress in agriculture.
ഓക്കെ, അപ്പോൾ തേർഡ് അതായത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഈ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്നുള്ള ആ ഒരു ആശയം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ 5 ഇയർ പ്ലാനിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അഗ്രികൾച്ചറൽ സെക്ടറിലെ ഡെവലപ്മെൻ്റ് ആയിരുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഈ രണ്ട് പദ്ധതികൾക്കും ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫുഡ് ഡെഫിഷ്യൻസിയെ ഇല്ലാതാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിലാണ് മൂന്നാമത്തെ ഈ പഞ്ചവത്സര പദ്ധതി, അതായത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്ന് പറയുന്ന ഈ പഞ്ചവത്സര പദ്ധതി, അതായത് പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ എന്നുള്ള ഉദ്ദേശത്തോടെയൊക്കെ കൊണ്ടുവരാനായിട്ട് കാരണമായി തീർന്നത്. ഓക്കെ, there occurred a quantum jump in food output and transformation in agriculture in 2 stages. ഓക്കെ, അപ്പം ഈ പറയുന്ന സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ആൻഡ് പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഈ 5 ഇയർ പ്ലാൻ 2 ഘട്ടങ്ങളായിട്ടാണ് നടത്തിയത്. ഓക്കെ, അതായത് 1960 മുതൽ 1970 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റം ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഗ്രീൻ റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ നടന്ന ചേഞ്ചസ് കൊണ്ടുവന്നത് 1960 1970 വരെ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘട്ടമായിരുന്നു. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1970 തൊട്ട് 1980 വരെയുള്ളതായിരുന്നു രണ്ടാം ഘട്ടം, അതായത് തേർഡ് ഈ 5 ഇയർ പ്ലാൻ. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ഘട്ടങ്ങളായിരുന്നു ഇത് രണ്ടെണ്ണം. ഓക്കെ, ഈ 2 ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ കൊണ്ടുവന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രീൻ റെവല്യൂഷൻ എങ്ങനെയാണ് പോസിബിൾ ആക്കി അല്ലെങ്കിൽ എങ്ങനെയാണ് നടത്തിയതെന്ന് നോക്കിക്കേ. ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദി യൂസ് ഓഫ് ഹൈ yielding സീഡ്സ്, ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ഫൈനാൻസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. നോക്കിയേ എങ്ങനെയൊക്കെയാണ്, അതായത് ഹൈ yielding സീഡ്സ് ആണ് യൂസ് ചെയ്തത്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉപയോഗിച്ചത് അഗ്രികൾച്ചറിൽ. പിന്നെയോ ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, അതായത് ജലസേചനം എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നെയോ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനികൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം അഗ്രികൾച്ചറിൻ്റെ പ്രോഗ്രസ്സിലോട്ട് നയിച്ചു. പിന്നെയോ അഗ്രികൾച്ചറിലോട്ട് അത് എല്ലാവർക്കും ഇറങ്ങാനായിട്ട് അതൊന്നും പണമൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്താണ് അഗ്രികൾച്ചറൽ ഫൈനാൻസ്, അതായത് ലോൺ ഒക്കെ കൊടുത്തു. അത് എത്രയും ലോ ഇൻട്രസ്റ്റിലൊക്കെ, അതായത് കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായമൊക്കെ ഫാമേഴ്സിന് കൊടുത്തു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എന്ത് ചെയ്തത്? ഈ ഗ്രീൻ റെവല്യൂഷനിലൂടെ അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, യൂസ് ഓഫ് ഹൈ yielding സീഡ്സ്, പിന്നെയോ ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ഇൻസെക്ടിസൈഡ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ഫൈനാൻസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, പിന്നെയോ ദ ഇൻക്രീസ്ഡ് ഫുഡ് ഔട്ട്പുട്ട് എസ്പെഷ്യലി ഇൻ വീറ്റ് ആൻഡ് റൈസ് എൻഡഡ് അവർ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിനേഴ്സ് ആൻഡ് അച്ചീവ്ഡ് സെൽഫ് സഫിഷ്യൻസി. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഈ ഒരു പദ്ധതിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? സെൽഫ് സഫിഷ്യൻസി ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കൈവരിച്ചു. ആ ഒരു ടൈമിൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റായി മാറി. എങ്ങനെ? അതായത് റൈസ്, അതായത് നെല്ലിലും ഗോതമ്പിലും ഒക്കെ നമ്മൾക്ക് വളരെയേറെ പ്രൊഡക്ഷൻ ഉണ്ടായി, ഒരുപാട് ഔട്ട്പുട്ട് നമുക്കുണ്ടായി. അത് എന്തിലോട്ട് നയിച്ചു? ഫോറിനേഴ്സിനെ ആയിരുന്നു നമ്മൾ നേരത്തെയൊക്കെ, അതായത് മറ്റു രാജ്യങ്ങളെ ആയിരുന്നു നമ്മൾ നേരത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, അതെന്ത് ചെയ്തു? ആ ഡിപ്പെൻഡൻസി കുറച്ചു. ഓക്കെ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി, സെൽഫ് സഫിഷ്യൻ്റ് ആവാനായിട്ട് തുടങ്ങി. എന്താണ് കാരണം? വീറ്റിൻ്റെയും റൈസിൻ്റെയും ഒക്കെ ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട്. ഓക്കെ, along with green revolution, India succeeded in increasing milk and milk products through white revolution. ഓക്കെ, ഗ്രീൻ റെവല്യൂഷനോടൊപ്പം തന്നെ എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൽ കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ്സ്, ക്രോപ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ കൊണ്ടുവന്ന മറ്റൊരു റെവല്യൂഷനാണ് വൈറ്റ് റെവല്യൂഷൻ. അതായത്
മിൽക്കിലും മിൽക്ക് പ്രൊഡക്ട്സിലും, അതായത് പാലുൽപ്പന്നങ്ങളും ഒക്കെ ഒരുപാടായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. അതാണ് വൈറ്റ് റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നായിരുന്നു ബ്ലൂ റെവല്യൂഷൻ. ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിഷറീസ് സെക്ടറിൽ നമ്മൾ കൊണ്ടുവന്ന പ്രോഗ്രസ് ആണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഗ്രീൻ റെവല്യൂഷൻ മാത്രമല്ല നടന്നത്, വൈറ്റ് റെവല്യൂഷനും നടന്നു, ബ്ലൂ റെവല്യൂഷനും നടന്നു. ഓക്കെ, അതായത് ഹരിത വിപ്ലവം പോലെ സമാന രീതിയിൽ പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ധവള വിപ്ലവവും ഇന്ത്യയിൽ വൻ വിജയം നേടി. മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവവും ഇന്ത്യയിൽ നടപ്പിലാക്കി. ഓക്കെ, അപ്പോൾ ഫിഷറീസ് സെക്ടറാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ സെക്ടറാണ് എന്ത് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഫിഷറീസ് സെക്ടറാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നിലനിന്നിരുന്ന 5 ഇയർ പ്ലാനും അതിൻ്റെ പീരീഡും ഒബ്ജക്റ്റീവും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനാണ്. ഏറ്റവും ആദ്യം കൊണ്ടുവന്ന 5 ഇയർ പ്ലാനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. അതായത് അതായത് 1951 to 56 ആയിരുന്നു അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, 1951 to 56 ആയിരുന്നു ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അന്നേരം എന്താണ് ഒബ്ജക്റ്റീവ് വരുന്നത്? ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ പൂർണ്ണമായ ഡെവലപ്മെൻ്റ് ആയിരുന്നു അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് 5 ഇയർ, ആ ഒരു 5 ഇയർ പ്ലാൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത പഞ്ചവത്സര പദ്ധതി വന്നു. അതെന്തായിരുന്നു? 1956 തൊട്ട് 61 വരെയായിരുന്നു അതിൻ്റെ കാലയളവ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതും നമ്മൾ പറഞ്ഞു. പിന്നെ വന്നത് ഏതാണ്? തേർഡ് 5 ഇയർ പ്ലാനാണ്. ഓക്കെ, മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. അത് ആ ഒരു കാലയളവ് ഏതായിരുന്നു? 1961 to 1966 വരെ. ഓക്കെ, അവിടെ എന്തായിരുന്നു ഒബ്ജക്റ്റീവ്? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, സെൽഫ് സഫിഷ്യൻസി ഇൻ എക്കോണമി. ഓക്കെ, നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെയുള്ള സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത, അതാണ് നമ്മളുടെ ഈ ഒരു തേർഡ് 5 ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നത്. തേർഡ് 5 ഇയർ പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോർത്ത് 5 ഇയർ പ്ലാൻ വന്നു. അത് എത്ര കാലയളവായിരുന്നു? 1969 തൊട്ട് 1974 വരെയായിരുന്നു. സെൽഫ് റിലയൻസും സസ്റ്റെയിൻഡ് ഗ്രോത്തും ആയിരുന്നു അന്നത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുശേഷം ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ വന്നു. അതായത് 1974 തൊട്ട് 79 വരെ. അന്നേരത്തെ എന്തായിരുന്നു ഒബ്ജക്റ്റീവ്? റിമൂവൽ ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തെ റിമൂവ് ചെയ്യുക എന്നതായിരുന്നു അന്നത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ 5 പ്രാവശ്യത്തെയും 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞതിന് ശേഷം സിക്സ്ത് 5 ഇയർ പ്ലാൻ വന്നു. അത് എപ്പോൾ മുതലായിരുന്നു? 1980 തൊട്ടിട്ട് 85 വരെ. അവിടെ എന്തായിരുന്നു ഒബ്ജക്റ്റീവ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചറുടെയും ഇൻഡസ്ട്രിയുടെയും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുക എന്നതായിരുന്നു ആ ഒരു 5 ഇയർ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുശേഷം സെവൻത്ത് 5 ഇയർ പ്ലാൻ വന്നു. അതായത് 1985 തൊട്ട് 1990 വരെ. ഓക്കെ, അവരുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? മോഡേണൈസേഷനും ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും. ഓക്കെ, അതായത് നമ്മളുടെ ഒരു എക്കണോമിക് പ്ലാനിങ്ങിൽ ഒരു ലക്ഷ്യമായിരുന്നു മോഡേണൈസേഷൻ അല്ലേ, അതായത് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മോഡേണൈസേഷനും അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക എന്നതൊക്കെ ആയിരുന്നു സെവൻത്ത് 5 ഇയർ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ വന്നത് എയ്ത്ത് 5 ഇയർ പ്ലാനാണ്. അത് 1992 തൊട്ടിട്ട് 97 വരെയായിരുന്നു. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം 9th 5 ഇയർ പ്ലാൻ വന്നു. അതായത് 1997 തൊട്ടിട്ട് 2002 വരെയുള്ള ടൈം. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കിയേ, റൂറൽ ഡെവലപ്മെൻറ്റും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും. ഓക്കെ, പിന്നെയോ 10th 5 ഇയർ പ്ലാൻ വന്നു. അത് 2002 തൊട്ടിട്ട് 2007 വരെ. അത് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ 11th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 2007 തൊട്ട് 2012 വരെ. അതെന്തായിരുന്നു? ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഓക്കെ, പിന്നെയോ 12th 5 ഇയർ പ്ലാൻ 2012 തൊട്ടിട്ട് 2017 വരെ ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു.
ഓക്കെ, ഇതിനുശേഷവും പഞ്ചവത്സര പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് ഇതുപോലെ എന്തുണ്ടായിരുന്നു, സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സുമായിട്ട് ഇൻക്ലൂഡ് ചെയ്താണ് ഓരോ പ്രാവശ്യവും ഓരോ 5 ഇയർ പ്ലാൻസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളുടെ ഈ പ്ലാനിങ്, ഈ ഒരു ആസൂത്രണ നിർവഹണത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നു. ഓക്കെ, അതാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എംബ്രേസ് ചേഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ. അതായത് ആസൂത്രണത്തിന് നിർവഹണത്തിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഒക്കെ ഉണ്ടായി. ഓക്കെ, വികേന്ദ്രീകൃത ആസൂത്രണമാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പം എന്താണ് ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലെങ്കിൽ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്താണ്, അല്ലെങ്കിൽ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇനി നോക്കുന്നത്. ഓക്കെ, The 73rd and 74th constitutional amendments were passed by the Parliament in 1992 and it led to the establishment of Panchayati Raj and Nagarpalika institutions in India. അതായത് 1992 പാർലമെൻറ്റ് പാസ്സാക്കുകയും 1993 നിലവിൽ വരികയും ചെയ്ത 73-74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് ഇടയാക്കി. ഓക്കെ, അങ്ങനെ എന്താണ് 1993 73-74 ഭരണഘടന ഭേദഗതി നിയമങ്ങൾ വന്നു. ഓക്കെ, അത് എന്തിലോട്ട് നയിച്ചു? പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങളൊക്കെ നിലവിൽ വരുന്നതിന് കാരണമായി തീർന്നു. ഓക്കെ, അത് പിന്നീട് എന്തിലോട്ടാണ് നയിച്ചത് നോക്കിയേ. എ ന്യൂ 3 ടയർ സിസ്റ്റം ഓഫ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം ഈ പറയുന്ന 3 ടയർ സിസ്റ്റം നമ്മളുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ ഒരു സമയത്തായിരുന്നു. ഓക്കെ, എന്താണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്? ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത്. ആ ഒരു ടൈമിലാണ് ഗ്രാമപഞ്ചായത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബ്ലോക്ക് പഞ്ചായത്ത് ഫോം ചെയ്തത്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്തും ഫോം ചെയ്തത്. ഇതാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊക്കെ പെടും? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഇവരൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി 9th 5 ഇയർ പ്ലാൻ. ഓക്കെ, അപ്പം ഈ ഒരു 3 ടയർ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഫോർമേഷനാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് എന്ത് ചെയ്തത്? തുടക്കം കുറിച്ചത്. അത് ഏത് ടൈമിലായിരുന്നു? 9th 5 ഇയർ പ്ലാൻ, അതായത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് തുടക്കം കുറിച്ചത്. ഓക്കെ, ദ സിസ്റ്റം ഓഫ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് വിച്ച് പ്രിവെയിൽഡ് ടിൽ ദെൻ ഗേവ് വേ ടു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു, അതായത് ഈ 9th 5 ഇയർ പ്ലാനിൻ്റെ ഈ ഒരു ടൈം വരെ നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആയിരുന്നു. അതായത് ദേശീയ തലത്തിലുള്ള പദ്ധതികളായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു 3 ടയർ സിസ്റ്റം ഒക്കെ വന്നതിന് ശേഷം മുതലാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വരാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പം എന്താണ് അന്ന് നിലനിന്നിരുന്നത്? എന്തായിരുന്നു? സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആയിരുന്നു അല്ലേ? എന്നാൽ അതിന് ശേഷം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വരാനായിട്ട് തുടങ്ങി. ഓക്കെ, ദ ന്യൂ സിസ്റ്റം എനേബിൾഡ് ദ 3 ടയർ പഞ്ചായത്ത് ടു മേക്ക് യൂസ് ദെയർ അതോറിറ്റി ആൻഡ് ഇക്കോണമിക് റിസോഴ്സസ് ഫോർ ലോക്കൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ എന്താണ്? ഒരു പൊതുവായ പ്ലാനിങ് അല്ലെങ്കിൽ പൊതുവായ ഒബ്ജക്റ്റീവ് ആയിരുന്നു. അതായത് ടോട്ടൽ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ഡെവലപ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ലോക്കൽ ഡെവലപ്മെൻറ്റ് പലതും അവിടെ നടക്കാതെ പോയി. ഓക്കെ, അപ്പോൾ അതാണ് എന്തിലോട്ട് നയിച്ചത്? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലോട്ട് നയിച്ചത്, ഈ 3 ടയർ സിസ്റ്റത്തിലോട്ടൊക്കെ നയിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 ടയർ സിസ്റ്റം ഏതൊക്കെയായിരുന്നു? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഓക്കെ, ഇവർ 3 പേരുമാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ടയർ സിസ്റ്റത്തിൻ്റെ പവറിലൂടെ, അതോറിറ്റിയിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിലേക്ക് നയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള പ്ലാനിങ്സ് നടത്താനായിട്ട് പറ്റും. ഓക്കെ, ദ 3 ലെവൽസ് ഓഫ് പഞ്ചായത്ത്, ദ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് have their role in achieving local development.
ഓക്കെ, അപ്പോൾ ഒരു പ്രാദേശിക വികസനത്തിൽ അല്ലെങ്കിൽ ലോക്കൽ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള 3 പഞ്ചായത്തുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ ഇവരുടെ വർക്കുകൾ എന്താണ് അല്ലെങ്കിൽ ഇവരുടെ റോൾ എന്താണെന്ന് നോക്കി. ഒന്ന് ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ, ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ റോൾ നോക്കി. ദ ലോക്കൽ ഡെവലപ്മെൻറ്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദ ഗ്രാമസഭാസ് അറ്റ് ദ വില്ലേജ് ലെവൽ. ഓക്കെ, അതായത് പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുന്നു. അപ്പം ഒരു പ്രാദേശിക സ്ഥലത്ത് ഉള്ള ഗ്രാമപഞ്ചായത്തിലാണ് ആ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ആവശ്യമാണ് എന്ന് എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ദ ഡിമാൻഡ്സ് ജനറേറ്റഡ് ആർ കമ്പൈൽഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പ്ലാൻസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വാർഡിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്ത് അതിനെയെല്ലാം കമ്പൈൽ ചെയ്ത് ക്രോഡീകരിച്ച് അതിനെ എന്ത് ചെയ്യുന്നു? പദ്ധതികളാക്കുന്നു, പ്ലാനുകളാക്കുന്നു, എന്നിട്ട് അതിനെ സമർപ്പിക്കുന്നു. അത് ആർക്കാണ് സമർപ്പിക്കുന്നതെന്ന് നോക്കിക്കേ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. ഓക്കെ, അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസഭ കൂടി ആ വാർഡിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് എന്തെല്ലാം ആവശ്യമാണെന്നെല്ലാം ചർച്ച ചെയ്ത് അവരതിനെയെല്ലാം കൂട്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് ആ പ്ലാനിനെ ബ്ലോക്ക് പഞ്ചായത്തിന് സബ്മിറ്റ് ചെയ്യും. നോക്കിയേ, ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പണി എന്താണെന്ന് നോക്കിയേ. ദ പ്രോജക്ട് സബ്മിറ്റഡ് ബൈ പഞ്ചായത്ത്സ് ആർ ലിസ്റ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓൺ ദ ബേസിസ് ഓഫ് പ്രിഫറൻസ്. ഓക്കെ, അപ്പം ഒരുപാട് ഇങ്ങനത്തെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പഞ്ചായത്തിലൊക്കെ ഫോം ചെയ്ത പ്ലാനുകൾ അല്ലെങ്കിൽ ആ പദ്ധതികൾ വിലയിരുത്തും. എവിടെ? ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ. അവരതിനെയെല്ലാം ഒബ്സർവ് ചെയ്യും. ഓക്കെ, അനലൈസ് ചെയ്യും. എന്നിട്ടോ അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന ആ ഒരു ക്രമത്തിൽ അതിനെ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ എവിടേക്ക് സമർപ്പിക്കുന്നു? ജില്ലാ പഞ്ചായത്തിലേക്ക് അയക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് ഗ്രാമസഭ കൂടും അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരുപാട് പ്ലാനുകൾ അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ എല്ലാ പഞ്ചായത്തിൻ്റെയും പ്ലാനുകൾ ഒരേപോലെയല്ല. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഏറ്റവും ആദ്യം കൊടുക്കും, ആദ്യം ലിസ്റ്റ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് അതിനെ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനെ ലിസ്റ്റ് ചെയ്തിട്ട് അത് ജില്ലാ പഞ്ചായത്തിലോട്ട് അതിനെ അയക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. ഓക്കെ, ഇനി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ആ സാധനം ഇപ്പോൾ എവിടെ എത്തി? നമ്മുടെ പ്ലാന് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലോട്ട് എത്തി. ഓക്കെ, ജില്ലാ തലത്തിലെത്തി. ഓക്കെ, എന്നിട്ട് അവരുടെ പരിപാടി എന്താണെന്ന് നോക്കിയേ. ദ പ്രൊജക്ട് സബ്മിറ്റഡ് ബൈ ദ ബ്ലോക്ക് പഞ്ചായത്ത് ഈസ് എക്സാമിൻഡ് ബൈ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് കമ്മിറ്റി ടു ഗീവ് അപ്രൂവൽ. ഓക്കെ, എന്നിട്ട് എന്താണ്? ഈ ബ്ലോക്ക് പഞ്ചായത്ത് സമർപ്പിച്ച ഈ പദ്ധതികളുണ്ടല്ലോ, അത് ഈ ജില്ലാ പഞ്ചായത്ത് എന്ത് ചെയ്യും? പരിശോധിക്കും. ഓക്കെ, പരിശോധിച്ചിട്ട് അത് ആപ്റ്റാണ്, അത് ആ ഒരു ഏരിയയിൽ ആവശ്യമാണ്, അനിവാര്യമാണ് ആ പ്ലാൻ, ആ പദ്ധതി എന്നത് കണ്ടാൽ അതിനെന്ത് ചെയ്യും? അംഗീകാരം നൽകുന്നു. ഓക്കെ, അതിന് അപ്രൂവൽ നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് അപ്രൂവൽ കൊടുക്കേണ്ട ആളാരാ? ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണ് ഇതിന് അപ്രൂവൽ കൊടുക്കേണ്ടത്. ഓക്കെ, ദ പ്രൊജക്ട്സ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഓക്കെ, എന്നിട്ട് ഈ പ്രൊജക്ട്സിനെ എങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യും? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലോട്ട്, അതായത് സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുന്നത് നമ്മളുടെ ജില്ലാ പഞ്ചായത്താണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഒരു പ്രദേശത്ത് എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ വികസനത്തിന് ആവശ്യമല്ലെങ്കിൽ ഏറ്റവും ബേസിക് നീഡ്സ് എന്തൊക്കെയാണോ അതിനെക്കുറിച്ചെല്ലാം പഞ്ചായത്തിൽ ഗ്രാമസഭ കൂടി അവിടെ ഡിസ്കസ് ചെയ്ത് അതിനൊരു പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാൻ എന്നിട്ട് ആർക്ക് കൊടുക്കും? ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അതിനെല്ലാം അനലൈസ് ചെയ്തിട്ട് അതിനെല്ലാം പഠിച്ചിട്ട് അതിനെ എന്താണ് പ്രയോറിറ്റി ബേസിൽ അതിനെ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ജില്ലാ പഞ്ചായത്ത് ഇതെല്ലാം നന്നായിട്ട് പരിശോധിച്ചിട്ട് അതിന് അപ്രൂവൽ കൊടുക്കേണ്ടതാണെങ്കിൽ അപ്രൂവൽ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ ആർക്ക് കൈമാറുന്നു? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്, അതായത് സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡീസെൻട്രലൈസ്ഡ് 3 ടയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിൽ കുറേ ചേഞ്ചസ് ഒക്കെ പിന്നീട് ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി
ന്യൂ ഫുഡ് സെറ്റ്സ്, അതായത് പുതിയ ചുവടുവയ്പ്പുകൾ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ദ സെൻട്രൽ ഗവൺമെൻറ് ഹാവ് കോൾഡ് ഓഫ് ദി വർക്കിംഗ് ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് റീപ്ലേസ്ഡ് ഇറ്റ്. ഓക്കെ, അപ്പം ഈ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. എന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു. എന്തുമായിട്ട്? നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനവുമായിട്ട് റീപ്ലേസ് ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. അതാണ് നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ, ദ നീതി ആയോഗ് കെയിം ഇൻ ടു ബീയിങ് ഓൺ 1st January 2015. ഓക്കെ, അപ്പോൾ ജാനുവരി 2015 ജാനുവരി 1 ഈ നീതി ആയോഗ് നമ്മളുടെ ഇന്ത്യയിൽ ആക്റ്റീവായത്. ഓക്കെ, ദ ചെയർമാൻ ഓഫ് ദി നീതി ആയോഗ് ഈസ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷനിലെ പോലെ തന്നെ ഈ നീതി ആയോഗിലും അതിൻ്റെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്, അതായത് പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, ദ ഗവേണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് എ വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ നീതി ആയോഗിൽ പ്രൈം മിനിസ്റ്ററിനെ കൂടാതെ മറ്റ് ആരൊക്കെയാണ് മെമ്പേഴ്സായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മറ്റ് ആരൊക്കെയാണുള്ളത്? അതായത് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, അതായത് ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും. ഓക്കെ, എല്ലാ മുഖ്യമന്ത്രിമാരും പെടും. പിന്നെയോ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും. ഓക്കെ, അപ്പം ആരൊക്കെയുണ്ട്? ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ സംസ്ഥാനത്തിലെയും ചീഫ് മിനിസ്റ്റേഴ്സ്, ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, പിന്നെയോ വൈസ് ചെയർമാൻ ഉണ്ട്, പിന്നെയോ മറ്റ് മെമ്പേഴ്സുണ്ട്. അപ്പം വൈസ് ചെയർമാനെ എടുക്കുന്നത് ആരാണ്? തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് ഇതിൻ്റെ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, നീതി ആയോഗിൻ്റെ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫുൾ ടൈം മെമ്പേഴ്സിനോടൊപ്പം തന്നെ വേറെയും മെമ്പേഴ്സിന് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഫുൾ മെമ്പറാണ്, പെർമനൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. ഇത് കൂടാതെ വേറെയും മെമ്പേഴ്സിനെ ആഡ് ചെയ്യും. ഇത് ആരൊക്കെ നോക്കി? ഇൻ അഡീഷൻ ടു ഫുൾ മെമ്പേഴ്സ് ദർ ആർ 2 പാർട്ട് ടൈം മെമ്പേഴ്സ്, 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെയോ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആൻഡ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, അപ്പം നോക്കിക്കേ, 2 പാർട്ട് ടൈം അംഗങ്ങളുണ്ടാവും. പിന്നെയോ 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ടാവും. ഓക്കെ, അതായത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, അനൗദ്യോഗിക അംഗങ്ങൾ. പിന്നെയോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, അപ്പോൾ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും, 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാവും, 2 പാർട്ട് ടൈം മെമ്പേഴ്സും ഈ ഫുൾ ടൈം മെമ്പേഴ്സിനൊപ്പം തന്നെ ഇവരും അഡീഷനായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കിയേ. ദ ടെമ്പററി മെമ്പേഴ്സ് ആർ സെലക്ടഡ് ഫ്രം ദി ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നിന്നും അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആൾക്കാരെയാണ് ഈ ടെമ്പററി മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ട്സ് 4 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആസ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, ഇനി ടെമ്പററി മെമ്പേഴ്സ് കൂടാതെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടല്ലേ, അതായത് അനൗദ്യോഗിക മെമ്പേഴ്സ്, അതായത് അംഗങ്ങൾ. ഓക്കെ, അവർ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അതായത് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ്, അതായത് 4 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ ആയിരിക്കും ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക, ഈ നീതി ആയോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അവരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവരാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. പിന്നെയോ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ, അതിനെയും അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഒരു നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പേര് കൂടുന്നതാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്ന പുതിയ സിസ്റ്റം. ഓക്കെ, അത് ജാനുവരി 15 വന്നത്. നമ്മളുടെ ജാനുവരി
ഫസ്റ്റിന്, അതായത് 2015 ജാനുവരി 1 നീതി ആയോഗ് വന്നത്. ഓക്കെ, നീതി ആയോഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആരൊക്കെ പെടും? പ്രൈം മിനിസ്റ്റർ പെടും, അതാണ് ചെയർമാൻ. പിന്നെ ഒരു വൈസ് ചെയർമാൻ ഉണ്ടാവും, എല്ലാ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇനി ഇവരൊക്കെയാണ് പെർമനൻറ്റ് മെമ്പേഴ്സ്. ഇവരെ കൂടാതെ 2 പാർട്ട് ടൈം മെമ്പേഴ്സ്, ടെമ്പററി ആയിട്ടുള്ള പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെയോ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെയോ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഈ ടെമ്പററി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി ഈ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൽ ഇടയിലുള്ള 4 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയാണ് പ്രധാനമന്ത്രി അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പം നമ്മളുടെ നീതി ആയോഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ ആരൊക്കെ പെടുന്നു എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി ഇതിൻ്റെ എയിംസ് ആണ് നോക്കുന്നത്, അതായത് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, എയിംസ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ്. ഓക്കെ, അതായത് വ്യവസായ മേഖലയിലും സേവന മേഖലയിലുമൊക്കെ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യം. പിന്നെയോ ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ബൈ പ്രാക്ടീസിങ് മിക്സഡ് ഫാമിംഗ്, അതായത് മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ ഈ കാർഷിക മേഖലയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, പുരോഗതി കൊണ്ടുവരിക എന്നതാണ് ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടു യൂട്ടിലൈസ് ദ സർവീസ് ഓഫ് ദി ഡോമിനൻറ്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ ഇക്കോണമിക് ഗ്രോത്ത്. ഓക്കെ, അതായത് മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് എന്താണ് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച നേടാനായിട്ട് അവരെ എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക. അതായത് മിഡിൽ ക്ലാസ് ആൾക്കാരെ കൂടുതൽ യൂസ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നത്. പിന്നെയോ ടു മേക്ക് യൂസ് ഓഫ് ദി സർവീസസ് ഓഫ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഫോർ ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത്. ഓക്കെ, അതായത് പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരുണ്ടല്ലോ, അവരുടെ സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സർവീസസ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുക എന്നത്. അതേപോലെ ടു കൺവേർട്ട് ദി സിറ്റീസ് ഇൻ ടു സെക്യൂർ ലിവിങ് സെൻറ്റേഴ്സ് യൂസിങ് മോഡേൺ ടെക്നോളജി. ഓക്കെ, നഗരങ്ങളൊക്കെ എന്താണ്? സുരക്ഷിതമായ വാസസ്ഥലങ്ങളാക്കി മാറ്റുക എന്നത്. അതായത് പുതിയ ടെക്നോളജീസ്, ആധുനികമായിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നഗരങ്ങളൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് ഇവരുടെ ഒരു എയിമാണ്. ഓക്കെ, ടു എക്വിപ്പ് ദ നേഷൻ ടു ഫേസ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്, അതായത് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നമുക്ക് എതിരെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയൊക്കെ നേരിടാനായിട്ട് രാജ്യത്തെ എക്യുപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രാപ്തമാക്കുക എന്നതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അപ്പം നീതി ആയോഗിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ്, to improve agricultural production by practicing mixed farming, to utilize the services of the dominant middle class for sustainable economic growth, to make use of the services of non-resident Indians for economic and technological growth, to convert the cities into secure living centers using modern technology, and to equip the nation to face global transformation and market forces. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വാസ് ദി എയിം ഓഫ് ദി 5-year പ്ലാൻ? അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ എയിം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ എന്തൊക്കെ നമ്മൾ എഴുതണം? ദ എയിം ഓഫ് ദി 5-year പ്ലാൻ വാസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് പ്രയോറിറ്റൈസ് certain sectors to attain the given target. ഓക്കെ, ഒരു പർട്ടിക്കുലർ സെക്ടറിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്ത്, സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറിനെ പ്രയോറിറ്റി കൊടുത്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് 5 വർഷം യൂസ് ചെയ്യുക. ആ 5 വർഷത്തിനുള്ളിൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതായിരുന്നു ഈ 5-year പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് നോൺ ആസ് ഗ്രീൻ റെവല്യൂഷൻ, ഹൗ വാസ് ഇറ്റ് മെയ്ഡ് പോസിബിൾ? എന്താണ് ഹരിത വിപ്ലവം?
അതെങ്ങനെ സാധ്യമായി എന്നതാണ് ചോദ്യം. നോക്കിയേ, there occurred a quantum jump in food output and a transformation in agriculture in two stages known as green revolution. രണ്ട് ഘട്ടങ്ങളിലായിട്ട് നമ്മളുടെ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്സിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ വന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് സ്റ്റേജസ് എന്ന് പറയുന്നത് 1960 തൊട്ട് 70 വരെ ഒന്നാമത്തെ സ്റ്റേജും 1970 തൊട്ട് 80 വരെ രണ്ടാമത്തെ സ്റ്റേജുമാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് സ്റ്റേജസിലൂടെ നമ്മുടെ കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, Green revolution was made possible through use of high yielding seeds, improved irrigation, fertilizers, insecticides and agricultural finance at low interest rate. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗ്രീൻ റവല്യൂഷൻ സാധ്യമാക്കിയതെന്നാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് അഗ്രികൾച്ചറിൽ വളരെ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സീഡ്സ്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ യൂസ് ചെയ്തു, പിന്നെ ഇറിഗേഷൻ ഇമ്പ്രൂവ് ചെയ്തു, അതായത് ജലസേചനം ഇമ്പ്രൂവ് ചെയ്തു, അതിനുള്ള ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തു, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, അതായത് വളങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി, ഇൻസെക്ടിസൈഡ്സ് കീടനാശിനികൾ യൂസ് ചെയ്യാൻ തുടങ്ങി, അഗ്രികൾച്ചറൽ ഫൈനാൻസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് കുറഞ്ഞ പലിശയിൽ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായങ്ങൾ നൽകി. അങ്ങനെയൊക്കെയാണ് ഗ്രീൻ റവല്യൂഷൻ സക്സസ്ഫുള്ളാക്കി എടുത്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ 8th സോഷ്യൽ സയൻസിൻ്റെ 11th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്ത്യയിൽ ഇക്കണോമിക് പ്ലാനിങ് എങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്തത്, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എങ്ങനെയാണ് ഇതെല്ലാം അവർ നടപ്പിലാക്കിയതെന്നൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത്. അതൊക്കെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കിട്ടിയല്ലേ. ഓക്കെ, അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഞാനത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കീ പോയിൻറ്റ്സും ആൻസേഴ്സും ഒക്കെ നമ്മുടെ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡിലുണ്ട്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.